മലയരയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പി.കെ. സജീവ് നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ പി.കെ. സജീവ്, നേരത്തെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് താങ്കൾ ഉൾപ്പെടെ ഈ മലയരയ മഹാസഭയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളെയൊക്കെ ദേവസ്വം മന്ത്രി തന്നെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മലയരയ മഹാസഭ മുന്നോട്ട് വെച്ച നിലപാട് നമുക്കറിയാവുന്നതാണ്. ശബരിമലയിൽ, പ്രത്യേകിച്ച് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നായിട്ടുള്ള മകരവിളക്ക് തെളിയിക്കുവാനുള്ള അവകാശം അത് മലയരയ മഹാസഭയ്ക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് തിരികെ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങൾ എത്തുകയുള്ളൂ എന്ന നിലപാടാണല്ലോ അന്ന് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ മറ്റന്നാൾ, ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പമ്പയിൽ ഈ സമ്മേളനം നടക്കാൻ പോകുകയാണ്. ഇപ്പോഴും മലയരയ മഹാസഭ അതേ നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയല്ലേ ശ്രീ പി.കെ. സജീവ്? നമസ്കാരം, സ്വാമി ശരണം. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞോളൂ. മലയരയ സമുദായം ഒന്നടങ്കം അഡമന്റായി ഈ കാര്യത്തിൽ നിൽക്കുകയാണ്. സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ പമ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ശക്തമായ തീരുമാനവുമായി സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജനം ചാനൽ ഈ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്? മലയരയ സമുദായത്തിന് നിഷേധിക്കപ്പെട്ട നീതി എന്നുള്ള ഈ വിഷയം ചർച്ച ചെയ്ത ജനം ചാനലിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ ഈ സമയത്ത് അഭിനന്ദനവും അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലെ നേറ്റീവ് പീപ്പിൾസിന്റെ കാര്യം അറിയാം നമുക്കെല്ലാവർക്കും. അവിടുത്തെ സിയാറ്റിൽ മൂപ്പൻ അവരുടെ ഹോളി ഹിൽസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു വലിയ ചരിത്രം 1641 മുതൽ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ സിയാറ്റിൽ മൂപ്പൻ പറയുന്നത്, ഈ പുഴകളിലൂടെ ഒഴുകുന്ന ജലമെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ രക്തമാണ്, ഈ കാണുന്ന മരങ്ങളുടെ മർമ്മരങ്ങളെല്ലാം ഞങ്ങളുടെ പിതാമഹന്മാരുടെ സംഭാഷണങ്ങളാണ് എന്നാണ് സിയാറ്റിൽ മൂപ്പൻ പറയുന്നത്. ഈ ശബരിമല അടക്കമുള്ള 18 മലകളിലും മലയരയ സമുദായത്തിന്റെ വളരെ നാഗരികമായിട്ടുള്ള നിർമ്മിതികളും ആരാധനാ കേന്ദ്രങ്ങളും ആവാസ കേന്ദ്രങ്ങളുമായിരുന്നു. അവിടെ നിന്ന് അടിച്ച് പുറത്താക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് 10,000-കണക്കിന് വരുന്ന മലയരയ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഇവിടെ പമ്പാ സംഗമത്തെ കുറിച്ച് മലയരയ സമുദായത്തിന് ലോകത്ത് അടയാളപ്പെടുത്താനുള്ളത് ഒറ്റ വാക്കിൽ മാത്രമാണ്. ഇത് ചതിവിന്റെയും വഞ്ചനയുടെയും 75ാം വാർഷിക ആചരണമാണ് പമ്പയിൽ നടക്കുന്നത്. ആ ആചരണത്തിൽ വെറുതെ പോയി കാഴ്ചക്കാരുമായി കയ്യും കെട്ടി നിൽക്കുവാൻ മലയരയ സമുദായം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം 1950 കൊച്ചുരാമൻ കേളൻ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന ടി.കെ. നാരായണപിള്ളയ്ക്ക് എഴുതി നൽകിയ 11 ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ 75 വർഷക്കാലമായിട്ടും മാറി മാറി വന്ന അധികാരികൾ നാളിതുവരെ ചർച്ച ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. കാരണം അന്ന് പറയുന്നുണ്ട്, കൊച്ചുരാമൻ കേളൻ ആദ്യമായിട്ട് തന്നെ നൽകുന്ന നിവേദനത്തിൽ പറയുന്നത്, പന്തളം പടിക്കൽ നിന്ന് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഞങ്ങളെ അറിയിച്ചില്ല, അവകാശങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുകയുമില്ല. അതിനാൽ സർക്കാർ ഈ കാര്യങ്ങളിൽ അടിയന്തരമായി പരിഹാരം കാണണം. ഞങ്ങളുടെ മലകളിലെ ആരാധനാ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ദേവസ്വം ലേലം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അനുവദിക്കാൻ കഴിയില്ല. ഈ ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങളുടെ പിതാമഹന്മാർ പണിതിട്ടുള്ളത് ഞങ്ങളും ഈശ്വര വിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയാണ്. അവിടെ ഈ സമൂഹത്തിനുള്ള അവകാശാധികാരങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നാണ് 1950 കൊച്ചുരാമൻ കേളൻ പറയുന്നത്. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും ആ മാഗ്ന കാർട്ടയാണ് മലയരയ സമുദായത്തിന്റെ അവകാശ പത്രികയായി തലമുറകളോളം ഞങ്ങൾ കാണുന്നത്. ആ മാഗ്ന കാർട്ട വെച്ച് ഇവിടെ ഒരു ചർച്ചയ്ക്കും മാറി മാറി വന്ന ഒരു ഭരണകൂടം പോലും ഔദ്യോഗികമായ ചർച്ചയ്ക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. ഈ സമൂഹം മാത്രമല്ല ഈ അവഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പന്തളം കൊട്ടാരത്തിലെത്തി. എത്ര ദയനീയമായ സാഹചര്യമാണ് അവർക്കുണ്ടായ ഓരോ സന്ദർഭങ്ങളും. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതിന് ശേഷം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും ആ ദേവസ്വം ബോർഡിലേക്ക് എടുത്തിട്ടുണ്ടോ?
മലയോര സമുദായത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ടോ? പന്തളം കൊട്ടാരത്തിന്റെ 26 മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് തങ്ങളുടെ ഖജനാവിലേക്ക് വകയിരുത്തിയപ്പോൾ ആ പാവപ്പെട്ട കുടുംബത്തിന്റെ അവകാശാധികാരങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നു. പി കെ സജീവൻ, അത് തന്നെയാണ് ഒരു പ്രസക്തമായ ചോദ്യം. കാരണം ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ ഇത്തരം ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒന്ന് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പന്തളം കൊട്ടാരം, നമുക്കറിയാം ഭഗവാൻ സ്വാമി അയ്യപ്പൻ വളർന്ന ഓടിക്കളിച്ച് നടന്ന പന്തളം എന്ന് പറയുന്നത് ശബരിമലയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിന് ആ കാനന ക്ഷേത്രവുമായുള്ള ബന്ധം താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. ആ പന്തളം കൊട്ടാരം ഇന്നലെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സമ്മേളനത്തിൽ കൊട്ടാരത്തിന്റെ ആരും പങ്കെടുക്കില്ല എന്നുള്ളത്. മറ്റൊന്ന്, മലയരയ മഹാസമൂഹമാണ് ആ കാനന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു സമൂഹം. അതിന്റെ പ്രതിനിധിയായ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തിന് എത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആർക്ക് വേണ്ടി ഈ സമ്മേളനം പമ്പയിൽ നടത്തുന്നുവെന്ന ചോദ്യമാണല്ലോ ഇവിടെ ഉയരുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നത് അതിന്റെ ആചാരപരമായ ബന്ധം നിലനിൽക്കുന്നത് ഏതൊക്കെ സമൂഹങ്ങളിലാണെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ ശബരിമല ക്ഷേത്രവുമായി ആചാരപരമായ ബന്ധം നിലനിൽക്കുന്ന 2 വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് മലയോര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും പന്തളം കൊട്ടാരത്തിലും മാത്രമേ ഉള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ്, ആലോചിക്കുന്നതിന് മുമ്പ് പന്തളം കൊട്ടാരവും മലയോര സമുദായവുമായി ചർച്ച ചെയ്യപ്പെടാത്തത് എന്തടിസ്ഥാനത്തിലാണ്? അതെന്തൊരു നീതി നിഷേധമാണ്. അതുകൊണ്ട് സമുദായം കാണുന്നത് ഇതിനെ വളരെ വികാരപരമായും വിശ്വാസപരമായും സമുദായത്തെ ഇത് നോക്കിക്കാണുകയാണ്. 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന മഹാസംഗമം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ തട്ടിയെടുത്തതിന്റെ 75ാമത് വാർഷികമാണ് അവിടെ പമ്പയിൽ നടക്കുന്നത്. ആ വാർഷിക സമ്മേളനത്തിൽ ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാതെ, അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ചർച്ച ചെയ്യാതെ എന്ത് വാർഷിക സമ്മേളനമാണ് നടത്തുന്നത്? അതിന് എന്ത് ചരിത്രത്തിന്റെ അടിസ്ഥാനമാണുള്ളത്? അതിനെന്ത് ചരിത്രത്തിന്റെ ആധാരമാണ് അതിനുള്ളത്? അവിടെ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് ആയിരിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദേവസ്വം ബോർഡിന്റെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. 6 മഹാക്ഷേത്രങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ട്. ഈ ഏതെങ്കിലും ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡ് നിർമ്മിച്ചിട്ടുള്ളതാണോ? അല്ല. ഞങ്ങൾക്ക് പൊന്നമ്പലമേട്ടിലേക്ക് ഒരു ദീപം തെളിക്കുന്നതിനുള്ള അവകാശമെങ്കിലും കഴിഞ്ഞ 9 വർഷമായി ഞങ്ങൾ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ രേഖകൾ തൂക്കിവിട്ടാൽ 1 മാസത്തെ ശമ്പളം കൊടുക്കുവാനുള്ളതാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷകൾ തൂക്കിവിട്ടാൽ അതിനൊരു മറുപടിയെങ്കിലും ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൊന്നമ്പലമേട്ടിലെ ഒരു ദീപം തെളിക്കാൻ പോലും ഈ സമുദായത്തിന് അവകാശം നൽകാത്തത് ആരാണത്? ഇവിടെ ഒരു സവർണ അവർണ തർക്കമായിട്ട് ഞങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഇക്കാലം അത്രയും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനി നടക്കുകയില്ല എന്നാണ് മലയോര സമുദായത്തിന് അടിവരയിട്ട് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ പി കെ സജീവൻ ഈ ഘട്ടത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായതിന്.